Hello students, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡിഫൈഡ് ഡുവോ ബൈനറി സിഗ്നലിംഗ് സ്കീമാണ്. സോ ലാസ്റ്റ് 2 ക്ലാസ്സിലായിട്ട് നമ്മൾ ഡുവോ ബൈനറി സിഗ്നലിംഗ് സ്കീം പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ആ ഡുവോ ബൈനറി സിഗ്നലിംഗ് സ്കീമിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അതായത് അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ വി ഗോട്ട് എ ഫ്രീക്വൻസി റെസ്പോൺസ് ലൈക്ക് ദിസ് അല്ലേ. ഇങ്ങനെ ഒരു ഷേപ്പുള്ള ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് ആയിരുന്നു നമുക്ക് കിട്ടിയത് അല്ലേ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് പ്ലോട്ട് ചെയ്തപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റെസ്പോൺസ് ആയിരുന്നു കിട്ടിയത്. ഈ ഒരു റെസ്പോൺസിൽ നോക്കുവാണെങ്കിൽ നോക്കിക്കേ, ഇതിൻ്റെ സീറോ ഫ്രീക്വൻസി, ദിസ് ഈസ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ഫ്രീക്വൻസി സീറോ ആകുമ്പോൾ, ഫ്രീക്വൻസി സീറോ ആകുമ്പോൾ മീൻസ് ഡി സി കമ്പണൻറ്റ് അല്ലേ. ഫ്രീക്വൻസി സീറോ ആകുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് ദർ ഇസ് എ ഡി സി കമ്പണൻറ്റ്. ഓക്കെ, ദർ ഇസ് എ ഡി സി കമ്പണൻറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, എവിടെ? ഡുവോ ബൈനറി കോഡറിൽ. ഓക്കെ, ഫ്രീക്വൻസി സീറോ ആകുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിട്ടാണ് നമുക്ക് ആ ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടിയത്. അപ്പോൾ പല ആപ്ലിക്കേഷൻസിലും ഈ ഡി സി കമ്പോണൻറ്റ് പ്രിഫേർഡ് അല്ല. ഓക്കെ, ഇൻ മോസ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻസ് വി മേ നോട്ട് ബി ഏബിൾ ടു ട്രാൻസ്മിറ്റ് ദിസ് ഡി സി കമ്പോണൻറ്റ്. സോ വി ഹാവ് ടു അവോയ്ഡ് ദിസ് ഡി സി കമ്പോണൻറ്റ്. ഈ ഡി സി കമ്പോണൻറ്റിനെ അവോയ്ഡ് ചെയ്യാൻ, ഇതിനെ ഓവർകം ചെയ്യുവാണ് നമ്മൾ മോഡിഫൈഡ് ഡുവോ ബൈനറി സ്കീമിൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി, ഓക്കെ, അതായത് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കും യു വിൽ ബി ഗെറ്റിംഗ് എ ഡി സി കമ്പോണൻറ്റ് അറ്റ് the zero frequency, and you will be getting a DC component when frequency is zero. DC component എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ maximum amplitude at frequency zero ആകുമ്പോൾ. So we will go for modified duo binary scheme where this DC component can be eliminated. ഈ ഒരു ഡി സി കമ്പോണൻറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ മോഡിഫൈഡ് ഡുവോ ബൈനറി സ്കീമിനെ നമ്മൾ ക്ലാസ് 4 പാർഷ്യൽ റെസ്പോൺസ് സിഗ്നലിംഗ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഡുവോ ബൈനറിയിലെ നമ്മൾ ക്ലാസ് 1 എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, മോഡിഫൈഡ് ഡുവോ ബൈനറിയെ വി ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ആസ് ക്ലാസ് 4 പാർഷ്യൽ റെസ്പോൺസ് സിഗ്നലിംഗ് എന്നും പറയാം നമുക്ക്. സോ എങ്ങനെയാണ് ഈ ഡി സി കമ്പോണൻറ്റ് എലിമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഡിറൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. സോ ഫസ്റ്റ് ലെറ്റ് മീ ഗോ ഇൻ ടു ദ മോഡിഫൈഡ് ഡുവോ ബൈനറി എൻകോഡർ ബ്ലോക്ക് ഡയഗ്രാം. സോ ദിസ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ മോഡിഫൈഡ് ഡുവോ ബൈനറി എൻകോഡർ. ഓക്കെ, വിത്തൗട്ട് പ്രീ കോഡറാണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, വിത്തൗട്ട് പ്രീ കോഡർ യൂസ് ചെയ്യാത്തത്. പ്രീ കോഡർ യൂസ് ചെയ്യുമ്പോൾ എന്താ എറർ പ്രൊപ്പഗേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പം ആദ്യം വിത്തൗട്ട് പ്രീ കോഡർ നമുക്ക് നോക്കാം. അപ്പം സാധാരണത്തെ കൂട്ട് ഡുവോ ബൈനറി എൻകോഡറിൻ്റെ കൂട്ട് തന്നെ നോക്കിക്കുക, ബൈനറി ഡേറ്റയാണ് വരുന്നത്. ആ ബൈനറി ഡേറ്റയെ നമ്മൾ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററിലേക്ക് കടത്തിവിടും. അന്നേരം നിങ്ങൾക്ക് കിട്ടുന്ന സീക്വൻസ് ആണ് എന്ത്? എ കെ എന്ന് പറയും. അപ്പോൾ ഈ എ കെ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ് അല്ലേ. ഈ എ കെ എന്ന് പറയുന്നത് ക്യാൻ ടേക്ക് 2 വാല്യൂ. ഇഫ് ദ ബൈനറി സീക്വൻസ് 1 ആണെങ്കിൽ എ കെ വിൽ ടേക്ക് +1. ബൈനറി സീക്വൻസ് 0 ആണെങ്കിൽ എ കെ വിൽ ടേക്ക് -1. സോ +1 -1 ആംപ്ലിറ്റ്യൂഡുള്ള പൾസസ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ പൾസസിനെ വി വിൽ പാസ് ഇറ്റ് ത്രൂ എ മോഡിഫൈഡ് ഡുവോ ബൈനറി കൺവേർഷൻ ഫിൽറ്റർ ഓർ എ മോഡിഫൈഡ് ഡുവോ ബൈനറി എൻകോഡർ. മോഡിഫൈഡ് ഡുവോ ബൈനറി എൻകോഡറിലേക്ക് നമ്മൾ കടത്തിവിടും. അപ്പം ഇവിടെ ഈ എ കെ സിഗ്നലിനെയും ഡിലേ ചെയ്ത എ കെ സിഗ്നലിനെയുമാണ് നമ്മൾ എവിടേക്ക് പാസ് ചെയ്യുന്നത്? ഒരു സബ്ട്രാക്ടറിലേക്കാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, എ കെയും 2 times ഡിലേ ചെയ്ത എ കെ. ദാറ്റ് മീൻസ് ഹിയർ യു വിൽ ബി ഗെറ്റിംഗ് എ കെ -2. സോ എ കെ ആൻഡ് എ കെ -2 ഈസ് ഗിവൺ ടു എ സബ്ട്രാക്ടർ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മോഡിഫൈഡ് ഡുവോ ബൈനറി സ്കീമിൽ കോഡിംഗ് നടത്തുന്നത്. സോ ഇവിടുത്തെ ആ ഒരു കോറിലേഷൻ ഞാൻ പറഞ്ഞു, ഡുവോ ബൈനറി എൻകോഡറിൽ ഞാൻ പറഞ്ഞിരുന്നു കോറിലേറ്റീവ് എൻകോഡിംഗ് സ്കീംസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഈ മോഡിഫൈഡ് ഡുവോ ബൈനറി ആയിക്കോട്ടെ ഡുവോ ബൈനറി ആയിക്കോട്ടെ നമ്മൾ അവിടെ കൺട്രോൾഡ് മാനറിൽ ISI ആഡ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ഇൻ്റർ സിമ്പിൾ ഇൻ്റർഫിയറൻസ് വി ആർ ആഡിങ് ഇറ്റ് ഇൻ എ കൺട്രോൾഡ് മാനർ. ഓക്കെ, അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിടെയും സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ആ ഒരു kth ഇൻസ്റ്റൻ്റ് അല്ലെങ്കിൽ ആ ഒരു BK ബിറ്റ് മാത്രമല്ല നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ BK ബിറ്റും പിന്നെ അതുകൊണ്ട് തന്നെ 2 times ഡിലേ ആയിട്ടുള്ള ആ ബിറ്റും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Okay, that is how we bring into the controlled ISI over here. And also the correlative, correlative in the name of that. Okay, relation between adjacent bits are brought into the concept over here. അപ്പോൾ അങ്ങനെയാണ് ആ കറണ്ട് എ കെയും 2 times ഡിലേ ചെയ്ത എ കെ. ദാറ്റ് മീൻസ് 2 previous ബിറ്റ് അല്ലേ, 2
ആ പ്രീവിയസ് ബിറ്റിൻ്റെയും കൂടി കമ്പാരിസൺ ആണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. ഓക്കെ, എനിവേ വാട്ട് എവർ യു ഗെറ്റ് അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ സബ്ട്രാക്ടർ ഈസ് പാസ്ഡ് ത്രൂ ആൻ ഐഡിയൽ നൈക്വിസ്റ്റ് ചാനൽ അല്ലേ. ഇത് ഡുവോ ബൈനറി കോഡറിലും ഉള്ളത് തന്നെയായിരുന്നു. ഐഡിയൽ നൈക്വിസ്റ്റ് ചാനൽ എന്താ ചെയ്യുന്നത്, അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്കറിയാം ഇങ്ങനെയാണ് അല്ലേ. അതിൻ്റെ അതിൻ്റെ ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ബാൻഡ് വിഡ്ത്തിൽ ഗ്രേറ്റർ ആയിട്ട് എന്ത് സിഗ്നൽ വന്നാലും അതിനെ കടത്തിവിടത്തില്ല. ഓക്കെ, ഇതിനെ ഈ ഒരു W ഹെർട്സിലേക്ക് ലിമിറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഐഡിയൽ നൈക്വിസ്റ്റ് ചാനൽ ചെയ്യുന്നത്. അപ്പോൾ ആ ചാനലിൽ കൂടി നമ്മൾ എൻകോഡ് ചെയ്ത ഡേറ്റ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. ആൻഡ് ദെൻ ഓരോ ബിറ്റ് ബൈ ബിറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാമ്പിൾ ചെയ്യും. അറ്റ് 8 TB, at 2 TB, at 3 TB അങ്ങനെയായിരിക്കും നമ്മൾ സാമ്പിൾ ചെയ്യുന്നത്. ആൻഡ് ഫൈനലി യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് സീക്വൻസ്. സോ ഈ ഔട്ട്പുട്ട് സീക്വൻസ് CK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? CK ഈസ് ഈക്വൽ ടു വാട്ട്? AK minus 2 ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് CK ഇക്വേഷൻ ഫോർ CK, ദ ഔട്ട്പുട്ട് സീക്വൻസ് CK ഈസ് നത്തിങ് ബട്ട് AK സബ്ട്രാക്റ്റഡ് വിത്ത് AK minus 2. ഡുവോ ബൈനറി സ്കീമിൽ AK minus 1 ആയിരുന്നു. ഓക്കെ, പക്ഷെ മോഡിഫൈഡ് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഡിലേ എത്രയാണ് കൊടുക്കുന്നത്? 2 ബിറ്റ് ഡ്യൂറേഷൻ ഡിലേ ആണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ദ one of the most important difference between duo binary and modified duo binary scheme. So പിന്നുള്ള ഡിഫറൻസ് എന്താ? നമ്മൾ ഡുവോ ബൈനറിയിൽ നമ്മൾ സമ്മർ ആയിരുന്നു യൂസ് ചെയ്തത്. ഇവിടെ വി ആർ യൂസിങ് എ സബ്ട്രാക്ടർ ആൻഡ് ദറ്റ് ഈസ് വൈ മൈനസ് കംസ് ഓവർ ഹിയർ. സോ ഈ CK ക്യാൻ ടേക്ക് ഹൗ മെനി വാല്യൂസ്? ഇറ്റ് ക്യാൻ ടേക്ക് 3 വാല്യൂസ് അല്ലേ. ബിക്കോസ് AKയുടെ വാല്യൂസ് എന്തൊക്കെയാണ്? +1ഉം -1ഉം ആണ്. സോ ഒന്നുകിൽ 2 +1 വരുമ്പം +2, ഇനി 2 -1 ആണ് ഇൻപുട്ടിൽ വരുന്നതെങ്കിൽ -2, ഒരു +1 ഒരു -1 ആണെങ്കിൽ ഇൻപുട്ട് വരുന്നതെങ്കിൽ കറസ്പോണ്ടിംഗ്ലി യു വിൽ ഗെറ്റ് ഡിഫറെൻറ്റ്. എനിവേ CK will take these 3 values. Okay, CK can take these 3 values depending upon the input +1 and -1. ഇനി ഈ ഒരു മോഡിഫൈഡ് ഡുവോ ബൈനറി എൻകോഡറിലേക്ക് നമുക്കൊരു പർട്ടിക്കുലർ ബൈനറി സീക്വൻസ് കൊടുത്തിട്ട് എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് ദ ഇൻപുട്ട് ബൈനറി സീക്വൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിട്ട് യു വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഔട്ട്പുട്ട് ഓഫ് എ മോഡിഫൈഡ് ഡുവോ ബൈനറി എൻകോഡർ. ആൻഡ് ഹിയർ വിത്തൗട്ട് പ്രീ കോഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിത്തൗട്ട് പ്രീ കോഡർ ദാറ്റ് വിൽ ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ whether it is calculated with or without pre-coder. So ഇവിടെ നമ്മൾ without pre-coder ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഗിവൺ ബൈനറി സീക്വൻസ് 0 1 1 1 0 0 1 0 1 ആണ് തന്നിരിക്കുന്ന ബൈനറി സീക്വൻസ്. അപ്പോൾ ആദ്യം നമ്മളതിനെ എന്താണ് AKയിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ. AKയുടെ ഇക്വേഷൻ എന്താണ്? എപ്പോൾ 0 വരുന്നോ അന്നേരം നമുക്ക് -1 ആയിട്ട് കിട്ടും. എപ്പോൾ 1 വരുന്നോ ബൈനറി സീക്വൻസ് 1 ആണെങ്കിൽ +1, ബൈനറി സീക്വൻസ് 1 ആണെങ്കിൽ AK will take +1, binary sequence 1, so AK will take +1. Now binary sequence 0, so AK will take -1 value. Now again binary sequence 0, so -1 1, so +1. Again binary sequence 0, so AK will take a value -1 and 1, so here it will be +1. Okay, now what we need AK minus 2 ശരിയല്ലേ. ബിക്കോസ് നമ്മളിവിടെ 2 ബിറ്റ് ഡ്യൂറേഷൻ 2 ബിറ്റ് ഡിലേ ആണ് കൊടുക്കുന്നത്. അപ്പോൾ AK minus 2 നമുക്ക് എന്തോ ആയാലും വേണം ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ ഔട്ട്പുട്ട് അല്ലേ. ബിക്കോസ് CK ഈസ് വാട്ട്? AK minus 2 ആണ്. CK എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഈസ് നത്തിങ് ബട്ട് AK minus 2. സോ AK minus 2 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ AK minus 2 അറിയണമെങ്കിൽ ഇത് AK ആണ്. ഓക്കെ, ഇതിന് മുമ്പുള്ള ബിറ്റുകൾ നമ്മൾ അറിയണം. 2 ബിറ്റ് ഡ്യൂറേഷൻ മുമ്പുള്ള ബിറ്റുകൾ അറിയണം. സോ അതുകൊണ്ട് തന്നെ AKയിൽ മോഡിഫൈഡ് ഡുവോ ബൈനറി സ്കീമിൽ നിങ്ങൾ 2 ബിറ്റുകൾ അസ്യൂം ചെയ്യണം. ഓക്കെ, യു ഹാവ് ടു അസ്യൂം 2 ബിറ്റ്സ്. ദാറ്റ് ഈസ് ഒന്നുകിൽ 1 അസ്യൂം ചെയ്യാം അല്ലെങ്കിൽ 0 അസ്യൂം ചെയ്യാം. ഓക്കെ, 1 or either you can assume 1 or -1. So here I am assuming +1. Okay, +1 അസ്യൂം ചെയ്തു. 2 +1 അസ്യൂം ചെയ്തു. കാരണം ഇവിടെ 2 ബിറ്റ് ഡിലേ ആണ് അല്ലേ, 2 TB ആണ്. ഓക്കെ, നൗ ഐ എം ഗോയിങ് ടു റൈറ്റ് ദിസ് വൺ AK minus 2ൻ്റെ വാല്യൂസ്. സോ ഈ ഒരു വാല്യൂവിൽ എഴുതുന്നത് എന്താണ്? ദിസ് ഈസ് AK. അപ്പോൾ AK minus 2 എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ 2 ബിറ്റ് ഡിലേ. ദാറ്റ് മീൻസ് ദിസ് +1 വിൽ കം ഹിയർ. ഓക്കെ, സോ +1 ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇതിന് മുമ്പ് ഇതിന് 2 ഇതായിരിക്കും അല്ലേ. സോ ദിസ് +1 വിൽ കം ഹിയർ. ഇനി ഇവിടെ ഈ പൊസിഷനിൽ എന്താണ്? ഓക്കെ, AK minus 2 ആണ്. ദിസ് ഈസ് AK. അതിൻ്റെ 2 ബിറ്റ് ഡിലേ എന്ന് പറയുമ്പോഴത്തേക്കും 1 2. സോ ദിസ് -1 ആണ് അടുത്ത ഇവിടെ വരുന്നത്, -1. നൗ ഇത് +1. സോ ദിസ് ഈസ് AK. വി നീഡ് AK minus 2. സോ 1 2 അല്ലേ. ദിസ് +1 വിൽ കം ഹിയർ.
Now again -1, so 2 bit delay നോക്കുക, that is this +1. So this +1 will come over here. Similarly ഇവിടെ -1 ആണ്, so 2 bit delay 1 2, so this +1 will come over here. Now again this is +1, so we have to go for 2 bit back, so this -1 will come here. Now ഇവിടെ എന്ത് വരും, -1 വരും, this -1 and this +1 will come here. Okay, write it little more neatly. Okay, this will be +1 and this will be what, here it will be -1 വരും. Now AK -2 അങ്ങനെ റെഡിയാണ്. ഇനി നമുക്ക് CK കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ CK? CK ഈസ് AK -2 ആണ് അല്ലേ. അപ്പോൾ AK ഇവിടെ +1 ആണ്, ആ +1 നമുക്കിപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം, ബിക്കോസ് ഇവിടെ ഒന്നുമില്ല. സോ വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ, AK -2, കാരണം നമുക്ക് ഫൈനലി ഡീകോഡ് ചെയ്തെടുക്കേണ്ടതും ഇവിടെ മുതലുള്ള ബൈനറി സീക്വൻസ് ആണ് അല്ലേ, ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നൗ AK -2, സോ -1 AK ഇതാണ്, AK -2 ആണ്, ഇതിലൂടെ സബ്ട്രാക്ട് ചെയ്യണം. -1 എത്രയാണ്, -2 ആണ് ആൻസർ വരുന്നത് അല്ലേ. സോ ദിസ് ഈസ് -2, ഇതാണ് സെറ്റ് ഓഫ് CK. ഓക്കെ, ഇതാണ് എന്ത്, ഇതാണ് നമ്മുടെ മോഡിഫൈഡ് ഡുവോ ബൈനറി എൻകോഡറിൻ്റെ ഔട്ട്പുട്ട്. സോ CK എന്ന് പറഞ്ഞാൽ എന്താണ്, CK ഈസ് നത്തിങ് ബട്ട് ഔട്ട്പുട്ട് ഓഫ് ദ എൻകോഡർ. സോ നിങ്ങളുടെ ഔട്ട്പുട്ട് ഓഫ് എൻകോഡർ ചോദിക്കുവാണെങ്കിൽ ഈ CK വരെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ വാട്ട് വി ആർ കാൽക്കുലേറ്റിംഗ് നൗ, CK ഈസ് നത്തിങ് ബട്ട് ദ ഔട്ട്പുട്ട് ഓഫ് ദ മോഡിഫൈഡ് ഡുവോ ബൈനറി എൻകോഡർ. -1 -2, നോ +1 ആൻഡ് +1 സബ്ട്രാക്ട് ചെയ്യുമ്പം 0, +1 -1 you will get +2, +1 -1 0, സബ്ട്രാക്ട് ചെയ്യാണ്, -1 -1 -2, -1 -1 -2, +1 minus of -1, right? So it will be 2. Now here it will be -1 minus of -1 is 0, +1 output is what, 0. ഇങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇതാണ് CK, ഇതാണ് ഡുവോ ബൈനറി എൻകോഡറിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, നൗ ഡീകോഡിങ് ചോദിക്കുവാണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഇനി നിങ്ങളുടെ ഡീകോഡിങ്, ദാറ്റ് ഈസ് ഫൈനലി റിസീവ്ഡ് ഔട്ട്പുട്ടിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത ബൈനറി സീക്വൻസ് ഡീകോഡ് ചെയ്യാൻ ചോദിക്കുവാണെങ്കിലാണ് താഴോട്ടുള്ള സ്റ്റെപ്പ് എഴുതേണ്ടത്. അപ്പോൾ ഡീകോഡ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് അല്ലേ, ഡീകോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ തിരിച്ച് ബിറ്റ് കിട്ടണം. സോ CKയിൽ നിന്ന് ആദ്യം ചെയ്യേണ്ടത് എന്താണ്, CKയിൽ നിന്ന് ആദ്യം നമ്മൾ AK കിട്ടണം, AKയിൽ നിന്ന് തിരിച്ച് BK കിട്ടണം. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് AK നമുക്ക് എഴുതാം. AK എന്താണ്, AK ഈസ് വോട്ട്, CK പ്ലസ് AK -2. ഓക്കെ, അതാണ് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഒരു റിസീവ്ഡ് സീക്വൻസ് ക്യാപ്പ് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, എസ്റ്റിമേറ്റ്. ഓക്കെ, സോ AK ക്യാപ്പ് ഈസ് വാട്ട് ഈസ് ദ ഇക്വേഷൻ, CKയും AK -2 കൂടി ആഡ് ചെയ്യണം അല്ലേ. Now this is CK and this is AK -2, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ +1 -2. What is the answer you are getting? -1. Okay, now these two +1, ഇതെന്താണ് -1, this is 1, +1 +0 0, +1 -2 is -1, +1 -2 is again -1, -1 +2 is 1, -1, this is -1, this is +1. അപ്പോൾ ഇതാണ് AK. നൗ BK കിട്ടാൻ എളുപ്പമാണ് അല്ലേ. എങ്ങനെയായിരുന്നു മോഡുലേഷൻ നടത്തുന്നത്, -1 ആണെങ്കിൽ AK -1, സോറി, ഇഫ് AK ഈസ് -1 ദാറ്റ് മീൻസ് വോട്ട്, ബൈനറി സീക്വൻസ് 0 ആണ്. AK +1 ആണെങ്കിൽ BK എന്താണ്, 1 ആണ്. ഓക്കെ, സോ ഇവിടെ AK -1 ആണ്, AK -1 ആകുമ്പം അതിനെ 0 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. AK +1 ആകുമ്പോൾ 1, AK +1 ആകുമ്പോൾ 1, +1 ആകുമ്പോൾ 1, AK -1 ആകുമ്പോൾ 0, this is 0, this is 1, this is 0 and this is 1. See, this is what exactly we transmitted. ശരിയല്ലേ, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത അതേ ബൈനറി ഡേറ്റ നമുക്ക് കിട്ടി, 0 1 1 1 0 0 1 0 1. അപ്പോൾ നമ്മൾ ഡീകോഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ട്രാൻസ്മിറ്റ് ചെയ്ത അതേ ബൈനറി സീക്വൻസ് ആണ്. അപ്പോൾ വേരിഫിക്കേഷൻ നമുക്ക് കറക്റ്റാണോ ചെയ്യുന്നതെന്ന് നമുക്ക് വെരിഫൈ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ബൈനറി എൻകോഡർ ഔട്ട്പുട്ടിൻ്റെ എൻകോഡഡ് ഔട്ട്പുട്ടും ഡീകോഡഡ് ഔട്ട്പുട്ടും. ഓക്കെ, ഈ ഒരു വിത്തൗട്ട് പ്രീകോഡർ
യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു എന്ത്? എറർ പ്രൊപ്പഗേഷൻ. ഓക്കെ, എറർ പ്രൊപ്പഗേഷൻ. അപ്പോൾ ഈ എറർ പ്രൊപ്പഗേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? അടുത്തത് വി വിൽ യൂസ് duobinary encoder വിത്ത് പ്രീകോഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ മോഡിഫൈഡ് duobinary സ്കീം വിത്ത് പ്രീകോഡർ. ഇവിടെ എന്താ വ്യത്യാസം നോക്കിക്കേ, ഒരു പ്രീകോഡറും കൂടി വന്നു അല്ലേ. ഇതുവരെ നമ്മൾ എക്സാക്ട്ലി വിത്തൗട്ട് പ്രീകോഡർ ആയിരുന്നു നേരത്തെ നമ്മൾ പഠിച്ച ബ്ലോക്ക് ആയിരുന്നു. അതിന് മുമ്പായിട്ട് ഒരു പ്രീകോഡർ ബ്ലോക്കും കൂടി വന്നു. അപ്പം ഡയറക്റ്റ്ലി ബൈനറി ഡേറ്റയെ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററിലേക്ക് കടത്തി വിടാതെ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? വി ആർ ട്രാൻസ്മിറ്റിംഗ് ദ ഇൻപുട്ട് ബൈനറി സീക്വൻസ് ഇൻ ടു എ പ്രീകോഡർ. നമ്മൾ ഈ ഡേറ്റയെ പ്രീ കോഡ് ചെയ്ത് DKയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് മോഡിഫൈഡ് duobinary കൺവേർഷൻ ഫിൽറ്ററിലേക്ക് കടത്തിവിടുന്നത്. അപ്പോൾ പ്രീ കോഡിങ് എങ്ങനെയാണ്? പ്രീ കോഡിങ് സിമ്പിളാണ് അല്ലേ. പ്രീ കോഡിങ് എങ്ങനെയാണ്? മോഡുലോ 2 അഡീഷനാണ് പ്രീ കോഡിങ്. വരുന്ന ബൈനറി ഡേറ്റയെ കണ്ട DK ഡിലേ ചെയ്യും. എഗെയിൻ നോക്കിക്കേ, ഇവിടെ ഡിലേ ഫുൾ 2 TB ആണ്. duobinary TB ആയിരുന്നു, മോഡിഫൈഡിലെല്ലാം നമ്മൾ 2 TB ഡിലേ ആണ് കൊടുക്കുന്നത്. സോ DK 2 TB ഡിലേ കൊടുക്കുമ്പോൾ DK-2 നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ BKയും DK-2ഉം കൂടി എക്സോർ ചെയ്തിട്ട് ആണ് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററിലേക്ക് കൊടുക്കുന്നത്. ബൈനറി ഡേറ്റയെ നമ്മൾ പ്രീ കോഡ് ചെയ്ത് DKയിലേക്ക് മാറ്റും യൂസിങ് മോഡുലോ 2 അഡീഷൻ, യൂസിങ് XOR അഡീഷൻ. സോ വാട്ട് ഈസ് DK? അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ ഫ്രം ദ ഫിഗർ വി ക്യാൻ റൈറ്റ് DK ഈസ് BK XORed with DK-2. ആൻഡ് വി നോ XOR അഡീഷൻ എന്ന് പറഞ്ഞാൽ 0 0 0 1 1 0 1 1 ആണ് XOR ഗേറ്റിൻ്റെ ഇൻപുട്ട് എങ്കിൽ ഔട്ട്പുട്ട് എപ്പോഴാണ് ഹൈ ആകുന്നത്? ഈ രണ്ട് കേസിൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആകത്തുള്ളൂ. ദാറ്റ് മീൻസ് ഇൻകമിങ് ബൈനറി ഡേറ്റ ഇത് ഇൻപുട്ടും ഇത് ഔട്ട്പുട്ടും ആണ്. ഓക്കെ, ഇൻകമിങ് ബൈനറി ഡേറ്റയിൽ ഏതെങ്കിലും ഒരു ബിറ്റ് ഹൈ ആകുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ഹൈ ആകത്തുള്ളൂ. 2 ബിറ്റും സെയിം ആണെങ്കിൽ, ഇൻകമിങ് ഇൻപുട്ടായ 2 ബിറ്റും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. DK ക്യാൻ ടേക്ക് 2 വാല്യൂ 1 or 0. DK എപ്പോഴാണ് 1 ആകുന്നത്? ഇതിൻ്റെ ഇൻപുട്ട് ബൈനറി സീക്വൻസിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം 1 ആകുമ്പോൾ, നോട്ട് ബോത്ത്, ഏതെങ്കിലും ഒരെണ്ണം 1 ആകുമ്പം യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് DK as 1 and 0 otherwise. Now this DK is passed into where? Now this DK is passed through a pulse amplitude modulator. Output of pulse amplitude modulator is AK. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയാണ് AKയുടെ കൺവേർഷൻ നടക്കുന്നത്. AK എങ്ങനെയാണ്? AK +1 വാല്യൂ ഉണ്ട്, -1 വാല്യൂ ഉണ്ട്. +1 എപ്പോഴാണ് എടുക്കുന്നത്? ഇഫ് DKയിലെ നമ്മൾ PAMലോട്ട് കൊടുക്കുന്നത്. സോ ഇഫ് DK ഇൻകമിങ് DK +1 ആണെങ്കിൽ AK +1, -1 എപ്പോഴാണ്? ഇഫ് DK ഈസ് 0 we will get AK as -1. Now this AK is then applied to a modified duobinary encoderലേക്ക് കൊടുക്കും. അപ്പോൾ ഇതൊരു സബ്ട്രാക്ടറാണ് വീണ്ടും. സോ ഇവിടെ AK വരും. AK is subtracted with ഡിലേ കൊടുക്കുന്നുണ്ടല്ലേ, 2 TB ഡിലേ ആണ്. സോ അതർ എൻഡ് ഓഫ് ദ സബ്ട്രാക്ടർ വിൽ റിസീവ് AK-2. സോ AK സബ്ട്രാക്റ്റഡ് ഫ്രം AK-2. AK-2 ആണ് നമ്മളുടെ ഔട്ട്പുട്ട് CK എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഡേറ്റയെ നമ്മൾ ചാനലിൽ കൂടി, ഐഡിയൽ നൈക്വിസ്റ്റ് ചാനലിൽ കൂടി കടത്തിവിടും. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ നേരത്തെ പറഞ്ഞത് സെയിം റീസൺ തന്നെയാണ്. ഓക്കെ, എന്നിട്ട് ഫൈനലി ഓരോ ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് കിട്ടാനായിട്ട് നമ്മൾ ആ ഓരോ ബിറ്റ് ഡ്യൂറേഷനിൽ സാമ്പിൾ ചെയ്തിട്ടാണ് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ CK ഇവിടെ എന്താണ്? AK-2 തന്നെയാണ്. നൗ ഡീകോഡിങ് റൂൾ ഉണ്ട്. അത് ഞാൻ ഡീകോഡ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. സോ നമുക്കിവിടെ എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ ദിസ് ഈസ് വിത്ത് പ്രീകോഡർ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മോഡിഫൈഡ് duobinary എൻകോഡറിൻ്റെ ഔട്ട്പുട്ട് എന്ന് നമുക്ക് നോക്കാം. സോ BK വേണം അല്ലേ. അപ്പോൾ നേരത്തെ കേസിൽ DK ഇല്ലായിരുന്നു, പക്ഷേ ഇവിടെ നമുക്ക് DK വേണം. സോ BK നമ്മൾ എഴുതി. നൗ വി ഹാവ് ടു റൈറ്റ് വാട്ട് ഈസ് DK. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ DK എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഓൾറെഡി ഞാൻ എഴുതി അല്ലേ. DK എന്ന് പറഞ്ഞാൽ BKയും DK-2 ആയിട്ടാണ് എക്സോർ ചെയ്യുന്നത്. സോ DK കണ്ടുപിടിക്കണമെങ്കിൽ DK-2 വേണം. സോ DK-2 വേണമെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് DK, നമ്മൾ 2 പ്രീവിയസ് ബിറ്റ് നമ്മളവിടെ അസ്യൂം ചെയ്യണം. സോ ഇവിടെ ഫോർ ദ ടൈം ബീയിങ് DK 2 പ്ലസ് പോസിറ്റീവ്. ഓക്കെ, പിന്നെ 0 വേണ്ട, 0 ആയിട്ട് അസ്യൂം ചെയ്യാം, അതിലും തെറ്റ് വരത്തില്ല. ഓക്കെ, നൗ ഫോർ ദ ടൈം ബീയിങ് യു അസ്യൂം 2 പ്രീവിയസ് ബിറ്റ്, കാരണം 2 TB ആണ് ഡിലേ അല്ലേ. അപ്പോൾ 2 പ്രീവിയസ് ബിറ്റ് 1 1 ആയിട്ട് അസ്യൂം ചെയ്യുക.
Now we will write the value of dk over here. dk എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? bk XORed with dk minus 2. സോ ഇതൊരു ബിറ്റ്, ഇത് 2 dk minus 2 എന്ന് പറഞ്ഞാൽ ഇത് വരും അല്ലേ, 2 ബിറ്റ് ഡിലേ കൊടുക്കുന്നത്. സോ 0യും ഈ 1ഉം കൂടി എക്സോർ ചെയ്യുക. എന്താണ് കിട്ടുന്നത്? ആ ആൻസറാണ് ഇവിടെ എഴുതേണ്ടത്. 0 XORed with 1 is 1. ഓക്കെ, അതറിയാമല്ലോ അല്ലേ, എക്സോർ അഡീഷൻ. 0 0 0 0 1 that is 1 0 അങ്ങനെ എഴുതുന്നില്ല. ഓക്കെ ഫൈൻ, അല്ലേ അത് എഴുതാം 1 0 1 1. ഓക്കെ, എക്സോർ അഡീഷൻ 0 0 ആണെങ്കിൽ 0, 0 XOR 1 ആണെങ്കിൽ 1, 1 XOR 0 ആണെങ്കിൽ 1, 1 XOR 1 ആണെങ്കിൽ 0. ഓക്കെ, നൗ 0 XORed with 1 ആണ്, സോ ഔട്ട്പുട്ട് ഈസ് 1. നൗ ദിസ് 0, അടുത്ത ഇവിടുത്തെ വാല്യൂ എഴുതണം അല്ലേ. സോ ദിസ് 0 ഈസ് XORed with, കണ്ടോ ഇത് 2 TB ഈ ബിറ്റിലേക്ക്, ഈ ഒരു ബിറ്റല്ല അതിന് മുമ്പത്തെ ബിറ്റ്. ബിക്കോസ് നമ്മൾ ഡുവോ ബൈനറി കോഡറിൽ പ്രീവിയസ് ബിറ്റായിരുന്നു എടുക്കുന്നത്, ബിക്കോസ് TB ഡിലേ ആയിരുന്നു ഇവിടെ, പക്ഷേ 2 TB ഡിലേ വേണം. സോ ഇതും കൂടി. സോ 0 XORed with this 1, അഗെയിൻ ആൻസർ 1 ആണ്. നൗ 1 XORed with ഈ 1 XORed with 1 0. നൗ 0 ആണ്, 0 XORed with 1 will give you answer 1. Now 1 XORed with 0 will give you answer 1. Now 1 XORed with this 1 will give you answer 0. 0 XORed with this 1 will give you answer 1. അപ്പോൾ ഇതാണ് DK. നമുക്ക് DK എന്ന് പറഞ്ഞ സീക്വൻസ് കിട്ടി. Now we will write what is AK. അപ്പോൾ AK എങ്ങനെയാണ്? AK ചെയ്യുന്നത് മറ്റൊന്നുമില്ല, നമുക്ക് ഈ ഒരു ബൈനറി സീക്വൻസ് ഇവിടെ നിന്നല്ലേ തുടക്കം, അതുകൊണ്ട് അത് മുതലുള്ളത് മതി അല്ലേ, അത് മുതലുള്ളത് എഴുതിയാൽ മതി. സോ BK പ്ലസ് DK പ്ലസ് 1 ആകുമ്പോൾ AK will be plus 1. DK plus 1 ആകുമ്പോൾ AK will be again plus 1. DK 0 ആകുമ്പോൾ AK will be minus 1, plus 1, plus 1, 0 ആകുമ്പോൾ minus 1. This is plus 1. Okay. Now we can write what is AK minus 2. കാരണം ഔട്ട്പുട്ട് CK എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? AKയും AK minus 2ഉം കൂടി സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. സോ വി നീഡ് AK and AK minus 2 ആണ് നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ എഴുതണമെന്ന് പറഞ്ഞിരുന്നത്, പക്ഷേ ഇത് വേണം, ബിക്കോസ് നമുക്ക് AK minus 2 2 ബിറ്റ് ഡിലേ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു 1ഉം കൂടി നിങ്ങൾ താഴേക്ക് എഴുതാം, നമ്മളിവിടെ അസ്യൂം ചെയ്ത് ആ ബിറ്റും കൂടി എഴുതാം. ഓക്കെ ഫൈൻ. നൗ AK minus 2 നമ്മൾ എഴുതാൻ പോവാണ്, ബിക്കോസ് ഈ ഒരു പൊസിഷൻ ഇവിടെ മുതലാണ് നമ്മുടെ BKയിൽ ട്രാൻസ്മിറ്റ് ചെയ്ത ബിറ്റ് തുടങ്ങുന്നത്, ഇവിടെ മുതലെയാണ്. സോ AK ഇവിടെ മുതലാണ് ഞാൻ എഴുതാൻ പോകുന്നത്, AK minus 2. സോ AK minus 2 എന്ന് പറയുമ്പോഴത്തേക്കും ഇഫ് ദിസ് ഈസ് AK, വാട്ട് ഈസ് AK minus 2? 1 2, ഈ പ്ലസ് 1 ആണ് അല്ലേ, അപ്പോൾ പ്ലസ് 1 വിൽ കം ഹിയർ. ദിസ് ഈസ് AK minus 2. നോ ഇത് പ്ലസ് 1 ആണ് അല്ലേ, അപ്പോൾ ഇതിന് പ്രീവിയസ് ആയിട്ട് 2 ബിറ്റ് AK minus 2 എന്താണ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പൊസിഷൻ? 1 2. സോ ദിസ് പ്ലസ് 1, സോ ദിസ് പ്ലസ് 1 വിൽ കം ഹിയർ. സിമിലർലി മൈനസ് 1 AK ആണെങ്കിൽ AK minus 2 എന്താണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള AK minus 2 എന്ന് പറഞ്ഞാൽ ഇത് 1 ഇത് 2. ദിസ് പ്ലസ് 1 വിൽ കം ഹിയർ. സോ ഇവിടെ സിമിലർലി പ്ലസ് 1, ഹിയർ സിമിലർലി മൈനസ് 1. ദിസ് പ്ലസ് 1 വിൽ കം ഹിയർ. ദിസ് പ്ലസ് 1 വിൽ കം ഹിയർ. ഓക്കെ, അപ്പോൾ AK minus 2 കിട്ടി. ഇനി എന്താണ് CK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ? AK minus 2 ആണ്. സബ്ട്രാക്ട് ചെയ്യുക അല്ലേ, AKയും AK minus 2ഉം കൂടി മതി. സോ അവിടെ യു നീഡ് നോട്ട് റൈറ്റ് ദീസ് 2, ബിക്കോസ് നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് BK ഈ പൊസിഷൻ മുതൽ മതി അല്ലേ. സോ സബ്ട്രാക്ട് AK ആൻഡ് AK minus 2, സബ്ട്രാക്ട് പ്ലസ് 1 ആൻഡ് പ്ലസ് 1. സോ ദിസ് 1 minus 1 is what? 0. Now 1 minus 1 0, minus 1 is minus 2, plus 1 minus 1 it is 0. This is 2, this is minus 2, and this is what? Again 0. Okay, അപ്പോൾ ഇതാണ് മോഡിഫൈഡ് ഡുവോ ബൈനറി എൻകോഡർ വിത്ത് പ്രീ കോഡറിൻ്റെ ഔട്ട്പുട്ട് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ വരെ മതി. ഇനി നിങ്ങൾ ഡീകോഡ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു റൂൾ യൂസ് ചെയ്യണം. ദിസ് ഈസ് ദ ഡീകോഡിങ് അൽഗോരിതം, ദിസ് ഈസ് ദ ഡീകോഡിങ് റൂൾ. ദാറ്റ് മീൻസ് CK കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മോഡ് CK കാൽക്കുലേറ്റ് ചെയ്യുക. ആ മോഡ് CKയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത ബിറ്റ് BK ഈക്വൽ ടു 1 ആണെന്ന് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാം, ഡീകോഡ് ചെയ്തെടുക്കാം. സിമിലർലി മോഡ് CK കണ്ടുപിടിക്കുക ലെസ് ദാൻ 1 ആണെങ്കിൽ സിമ്പിൾ BK 0 ആയിട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാം. സോ ഹിയർ CK, ഇപ്പോൾ മോഡ് CK ആണ് അടുത്ത് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിൻ്റെ മോഡ് CK, ഇതിൻ്റെ വാല്യൂ 0 0, മോഡ് CK 2 ആണ്, ഇത് 0 2, മൈനസ് 2ൻ്റെ മോഡ് വാല്യൂ 2, ദിസ് ഈസ് 0. നൗ BK ആണ് ഞാൻ എഴുതാൻ പോകുന്നത് അല്ലേ. സോ
ഹിയർ മോഡ് സിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആകുമ്പോൾ 0, ലെസ് ദാൻ 1 ആണ് 0, ഇവിടെ ഗ്രേറ്റർ ദാൻ 1 ആണ്, സോ 1 അല്ലേ, ലെസ് ദാൻ 1 ആണ്, സോ 0, ഗ്രേറ്റർ ദാൻ 1 ആണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്, സോ 1 1 ആൻഡ് ദിസ് ഈസ് 0. സി അപ്പോൾ ട്രാൻസ്മിറ്റ് അതേ സീക്വൻസ് നമുക്ക് കിട്ടിയില്ലേ, ട്രാൻസ്മിറ്റ് എന്തായിരുന്നു 0 0 1 0 1 1 0 വിച്ച് ഈസ് വാട്ട് വി ഗോട്ട് ഹിയർ. ഡീകോഡ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് കിട്ടി കണ്ട. അപ്പോൾ ഇതാണ് മോഡിഫൈഡ് ഡുവോ ബൈനറി കോഡിംഗ് വിത്ത് പ്രീ കോഡറിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, സോ വി ലേൺ മോഡിഫൈഡ് ഡുവോ ബൈനറി സ്കീം വിത്ത് ആൻഡ് വിത്തൗട്ട് പ്രീ കോഡർ നമ്മൾ പഠിച്ചു. ഇനി നമുക്കിതിൻ്റെ ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസിനെ എങ്ങനെയാണെന്നൊന്ന് ഡിറൈവ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ മോഡിഫൈഡ് ഡുവോ ബൈനറി സ്കീം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ മോഡിഫൈഡ് ഡുവോ ബൈനറി സ്കീമിൻ്റെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡി സി കമ്പോണൻറ്റ് അല്ലേ, ഡുവോ ബൈനറി സ്കീമിൽ നമുക്ക് കിട്ടിയ ആ ഒരു ഡി സി കമ്പോണൻറ്റ്, ഓക്കെ, ആ ഡി സി കമ്പോണൻറ്റ് എലിമിനേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇവിടെ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഡെറിവേഷൻ തുടങ്ങാനായിട്ട് ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്കൊന്ന് ഇവിടുത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഈ ഒരു സ്കീം കൊണ്ട് ഈ ഡി സി കമ്പോണൻറ്റ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് എഴുതാൻ പോവാണ്. ഓക്കെ, സോ ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടെ ക്ലാസ് 4 പാർഷ്യൽ റെസ്പോൺസ് സിഗ്നലിംഗ് എന്നും റെപ്രസെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിനെ HC4 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഈസ് ഈക്വൽ ടു, ഓക്കെ, ഇവിടെ നമ്മൾ പ്രീ കോഡറിൻ്റെ വെച്ചിട്ട് അസ്യൂം ചെയ്യേണ്ട, നമുക്ക് ഈ ഒരു മോഡിഫൈഡ് ഡുവോ ബൈനറി കൺവേർഷൻ ഫിൽറ്ററിൻ്റെത് മാത്രം മതി. സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ബ്ലോക്ക് ഡയഗ്രാം ഈ ഒരു സെയിം ആണ്, ഞാൻ ആ പ്രീ കോഡർ മാറ്റിയിരിക്കുന്നതേ ഉള്ളൂ. കാരണം ആ ഫ്രീക്വൻസി റെസ്പോൺസ് ഡിറൈവ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട, നമുക്ക് ഈ ഒരു ബ്ലോക്ക് മാത്രം മതിയല്ലോ. പ്രീ കോഡറിൻ്റെത് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഫ്രീക്വൻസി റെസ്പോൺസ്. അപ്പോൾ മോഡിഫൈഡ് ഡുവോ ബൈനറി കൺവേർഷൻ ഫിൽറ്റർ, ഓക്കെ, ആ പ്രീ കോഡർ ഇല്ലാത്ത ബ്ലോക്ക് എടുത്തിരിക്കുന്നതേ ഉള്ളൂ. ദിസ് ഇസ് BK. ഓക്കെ, വാട്ടർ നമുക്ക് ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്താണ്, നമുക്ക് ഈ ഒരു ബ്ലോക്കിൻ്റെത് കൺസിഡർ ചെയ്യാം അല്ലേ. അപ്പം മോഡിഫൈഡ് ഡുവോ ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഇസ് ഈക്വൽ ടു frequency response of the duo binary filter. ഓക്കെ, ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ ഡുവോ ബൈനറി ഫിൽറ്റർ, അതിനെ ഞാനിവിടെ, അതായത് ഈ ഒരു പോർഷൻ, ഓക്കെ, ആ ഡുവോ ബൈനറി ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസിനെ ഞാൻ HF എന്ന് റെപ്രസെൻ്റ് ചെയ്യുവാണ്. സോ ഈ ഒരു പോർഷൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് മൾട്ടിപ്ലൈഡ് ബൈ ഐഡിയൽ നൈക്വിസ്റ്റ് ചാനലിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലേ. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മൊത്തത്തിലുള്ള ഈ ഒരു ഡുവോ ബൈനറി എൻകോഡറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടുന്നത്. മൾട്ടിപ്ലൈഡ് ബൈ H നൈക്വിസ്റ്റ് ഓഫ് F. ഓക്കെ, ഫൈൻ. നൗ ഓക്കെ, നൗ H നൈക്വിസ്റ്റ് ഓഫ് F എവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ ഒരു ആ ഒരു ഡിലേ ലൈൻ ഫിൽറ്ററിൻ്റെ മാത്രം, അതാണല്ലോ ഞാൻ HF ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. HF എന്ന് പറയുന്നത് എന്തിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്, ഈ ഡിലേ ലൈൻ്റെ ആണ് അല്ലേ. ദാറ്റ് മീൻസ് ഈ ഒരു പോർഷൻ്റെ ആണ്. ഓക്കെ, ഇതിനെ ഒരു സബ്ട്രാക്ടറിലേക്ക് കൊടുത്തു, ഡിലേ 2 TB ഡിലേ ചെയ്ത്, ഡിലേ ബൈ 2 TB ഈസ് ഗിവൺ ടു ദ സബ്ട്രാക്ടർ. ഓക്കെ, ഫൈൻ. സോ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ഞാൻ എന്ത് HF എന്ന് ഡിനോട്ട് ചെയ്തത്, HF. അപ്പം ഇതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ്, ഞാൻ ഇതിന് നേരത്തെ ഞാൻ ഡുവോ ബൈനറിയിൽ പറഞ്ഞത് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്ക് ഡയറക്റ്റ്ലി എഴുതാം. ഓക്കെ, ഇത് പ്ലസും ഇത് മൈനസും ആണല്ലോ അല്ലേ. ഈ ലൈൻ്റെ ഇത് 1ഉം ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ്. ഒരു ഡിലേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ്പൊണൻഷ്യൽ ഫാക്ടർ വെച്ചിട്ടാണെന്ന് പറഞ്ഞു അല്ലേ. എക്സ്പൊണൻഷ്യൽ -J
2πf ഇൻറ്റു ഇവിടെ ടി ബിക്ക് പകരം 2TB ഇങ്ങനെ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാം ഡയറക്റ്റ്ലി ഈ ടേം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം -j4πf/TB എന്ന് വരും. ഓക്കെ, ഈ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഫ്രീക്വൻസി റെസ്പോൺസിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം ഇതിനെ ഇങ്ങനെ എഴുതുന്നു എന്ന് ഞാനിവിടെ ഒന്ന് പറയാം. ബിക്കോസ് കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആൻഡ് ദാറ്റ് ഈസ് നോട്ട് നെസസറി. പക്ഷേ ചില കുട്ടികൾക്ക് അതൊരു ഡൗട്ട് ഉണ്ടാവും എങ്ങനെ നമ്മളിത് ഡയറക്റ്റ്ലി ഇങ്ങനെ എഴുതുന്നു എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നിന്ന് കാണിക്കുവാണ് നിങ്ങളെ. ഇതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഈ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പൾസ് അല്ലേ ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ എന്താണോ ഈ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് അതാണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ. ഇമ്പൾസ് ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പം എന്താണോ ഈ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് അതാണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഞാൻ എഴുതുവാണ് h(t). ഓക്കെ, ടൈം ഡൊമൈനിൽ ഫ്രീക്വൻസി റെസ്പോൺസ് അല്ല, ഇമ്പൾസ് റെസ്പോൺസ് എഴുതുവാണ് h(t). h(t) ഈസ് ഈക്വൽ ടു del(t). ഞാനിവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ ഈ ലൈനിൽ del(t) തന്നെ വരും. ഈ ലൈനിൽ എന്താണ് 2TB ഡിലേ കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് വരുന്നത്? del(t) - 2TBയും വരും. സോ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് h(t)? h(t) ഈസ് ഈക്വൽ ടു del(t) സബ്ട്രാക്റ്റഡ് വിത്ത് del(t - 2TB ആണ്. ഓക്കെ, ഇതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. നൗ if you are taking the transfer function, frequency transfer function എടുക്കുമ്പോൾ പിന്നെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് h(f) കിട്ടും അല്ലേ. del(t)യുടെ എന്താണ് ഫോറിയർ ട്രാൻസ്ഫോം? 1 ആണ്. ഓക്കെ, മൈനസ് del(t - 2TBയുടെ എന്താണ്? നിങ്ങൾ സിഗ്നൽസിൽ പഠിക്കുന്നതാണ്. del(t - 2TBയുടെ എന്താണ്? എക്സ്പൊണൻഷ്യൽ -j2πf ഇൻറ്റു ഇവിടെ 2TB ആകുമ്പോൾ 2TB, TB ആണെങ്കിൽ TB, 3TB ആണെങ്കിൽ 3TB. ഓക്കെ, ഇതാണ്. ദാറ്റ് ഈസ് 1 - എക്സ്പൊണൻഷ്യൽ -j4πf/TB. ഓക്കെ, ഇതാണ് കിട്ടുന്ന ഫ്രീക്വൻസി റെസ്പോൺസ് h(f). അപ്പോൾ ഈ ഒരു ഡിലേ ലൈൻ ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസാണ് h(f) കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ h(f) എന്തുമായിട്ട് ഇനി മൾട്ടിപ്ലൈ ചെയ്യണം? h(f) ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടത്തുള്ളൂ. സോ ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വേണമെങ്കിൽ എഴുതാം. ആവശ്യമുണ്ടെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് ഡിറൈവ് ചെയ്ത് കാണിച്ചത്. സോ ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഈസ് ഈക്വൽ ടു h(f) മൾട്ടിപ്ലൈഡ് ബൈ h(f). അല്ലേ, that is equal to 1 minus what is h(f)? 1 minus exponential minus j exponential എന്ന് എഴുതാം, അല്ലെങ്കിൽ e⁻² എന്ന് എഴുതാം. എല്ലാം സെയിം ആണ്. 4πf/TB. ഓക്കെ, ഇൻറ്റു h(f). Now what is h(f)? h(f) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഇങ്ങനെ റെക്റ്റാങ്കുലർ ഫംഗ്ഷനാണ് കിട്ടുന്നത്. ആംപ്ലിറ്റ്യൂഡ് 1. ഓക്കെ, ഓവർ ഈ ഒരു റേഞ്ച്. അപ്പോൾ ഈ ഒരു റേഞ്ചിനെ നമ്മൾ RB അല്ലേ, RB - RB അങ്ങനെയാണ് നമ്മൾ ഓൾറെഡി അത് എഴുതിയത്. RB ആൻഡ് -RB ആ ഒരു ഇതിൽ സ്പ്രെഡായി കിടക്കുന്ന ഒരു പൾസാണത്. ഓക്കെ, ദാറ്റ് ഈസ് RB/2 RB/2 ആൻഡ് -RB/2 ആ ഒരു ഡ്യൂറേഷനുള്ള ഒരു റെക്റ്റാങ്കുലർ പൾസാണ് നമ്മുടെ നൈക്വിസ്റ്റ് ചാനൽ എന്ന് പറയുന്നത്. സോ h(f) എന്താണ്? സോ വാട്ട് ഈസ് h(f)? So h(f) is equal to 1 ആണ് അല്ലേ. h(f) is equal to 1 ആണ് എപ്പോൾ? ആൻഡ് ഈ ഒരു ബാൻഡ് വിഡ്ത്തിൽ അല്ലേ. ഈ ഒരു ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്കും f മോഡ് വാല്യൂ ലൈങ് ബിറ്റ്വീൻ RB/2 or 1/2TB because RBയും TBയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് 0 ഓക്കെ, ഔട്ട്സൈഡ് ദിസ് RB/2 ഇൻ്റർവെൽ ഇറ്റ് ഈസ് 0 അതർവൈസ്. സോ കീപ് ദിസ് ഇക്വേഷൻ ഇൻ മൈൻഡ്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, നൗ ഈ ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസിനെ നമ്മൾ എങ്ങനെയൊന്ന് മോഡിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്താണ് നമുക്കിവിടെ കിട്ടിയത്? 1 മൈനസ് ആണ് അല്ലേ. 1 മൈനസ് എക്സ്പൊണൻഷ്യൽ. അതിനകത്ത് ഈ 1നെ ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. എക്സ്പൊണൻഷ്യൽ j2πf/TB ഇൻറ്റു എക്സ്പൊണൻഷ്യൽ -j2πf/TB. ആൻസർ എത്ര? 1 തന്നെ അല്ലേ. e⁻² ടേം
multiplied by e raised to minus term. എന്താണ് e raised to this plus this, that is e raised to 0 വരും, that is 1. So 1നെ ഞാൻ ഇങ്ങനെ എഴുതി, മൈനസ് the second term as such എഴുതുക, എക്സ്പൊണൻഷ്യൽ മൈനസ് ജെ 4 പൈ എഫ് ടി ബി എന്ന് എഴുതി. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ എച്ച് നൈക്വസ്റ്റ് ഓഫ് എഫ്. Okay, so that is equal to, now you take exponential ഈ ഒരു ടേമിൽ നിന്ന്, ഓക്കെ, ഈ ഒരു ടേമിൽ നിന്ന് take exponential മൈനസ് ജെ 2 പൈ എഫ് ടി ബി പുറത്തെടുക്കണം. എക്സ്പൊണൻഷ്യൽ അപ്പോൾ എന്ത് കിട്ടുക, ബ്രാക്കറ്റിൽ യു വിൽ ഗെറ്റ് എക്സ്പൊണൻഷ്യൽ ജെ 2 പൈ എഫ് ടി ബി മൾട്ടിപ്ലൈഡ് ബൈ, ഇവിടെ മൈനസ് ജെ 4 പൈ ആണല്ലേ, അപ്പോൾ ഒരു 2 പൈ പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇനി എന്താ ഉള്ളിൽ കിട്ടുന്നത്, മൈനസ് ജെ 2 പൈയെ കിട്ടത്തുള്ളൂ, ബിക്കോസ് ഓൾറെഡി വി ടുക്ക് 2 പൈ ഔട്ട്സൈഡ്. ഓക്കെ, ദിസ് ടേം മൾട്ടിപ്ലൈഡ് ബൈ എച്ച് നൈക്വസ്റ്റ് ഓഫ് എഫ്. ഓക്കെ, നൗ ഇനി നമ്മൾ ഇൻറ്റു 2j ബൈ 2j ചെയ്യുക. ഓക്കെ, ഇൻറ്റു 2j ബൈ 2j ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 2j and divided by 2j. So e raised to j theta, okay, e raised to j theta minus e raised to minus j theta by 2j എന്ന് പറഞ്ഞാൽ എന്താണ്, what is that, that is nothing but sin theta. അതെന്താണ്, sin theta ആണ്. അപ്പോൾ ഇവിടെ എനിക്ക് എന്തെഴുതാം, ഇവിടെ ഈ ഒരു ടേമിനെ e raised to j theta minus e raised to minus j theta by 2j sin theta എന്ന് എഴുതാം. വേർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ടേം ആണ്, j theta, ദിസ് മച്ച് ഈസ് തീറ്റ. ഓക്കെ, ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു exponential minus j 2 pi എഫ് ടി ബി ടു ജെ ഉണ്ട്, ആ 2j ഞാൻ ഫ്രണ്ടിൽ എഴുതുവാണ്. ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് 2j മൾട്ടിപ്ലൈഡ് ബൈ ഈ ടേം മൾട്ടിപ്ലൈഡ് ബൈ വാട്ട്, സൈൻ 2 pi എഫ് ടി ബി. ഓക്കെ, ഇൻറ്റു എച്ച് നൈക്വസ്റ്റ് ഓഫ് എഫ്. ഓക്കെ, നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിനെ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് വൃത്തിക്ക് എഴുതുവാണെങ്കിൽ ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഈസ് ഈക്വൽ ടു 2j ഇൻറ്റു എച്ച് നൈക്വസ്റ്റ് ഓഫ് എഫ്. ഞാൻ ആദ്യം എഴുതുന്നു, എച്ച് നൈക്വസ്റ്റ് ഓഫ് എഫ് മൾട്ടിപ്ലൈഡ് ബൈ സൈൻ 2 pi എഫ് ടി ബി മൾട്ടിപ്ലൈഡ് ബൈ exponential minus j 2 pi എഫ് ടി ബി. Okay, fine. 1 second. Okay. Now, ഇനി നമ്മൾ എച്ച് നൈക്വസ്റ്റ് ഓഫ് എഫിൻ്റെ വാല്യൂ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്, 1 ആണല്ലേ ഈ ഒരു ഇൻ്റർവെല്ലിൽ. സോ അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം h4 ഓഫ് എഫ് എന്ന് പറയുന്നത്, ഓക്കെ, h4 ദാറ്റ് ഈസ് ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ്. ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്, ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഇസ് ഈക്വൽ ടു 2j ഇൻറ്റു എച്ച് നൈക്വസ്റ്റ് ഓഫ് എഫിൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണല്ലേ. അപ്പം 1 ആകും, ബാക്കി അതേ കൂട്ട് എഴുതുക, സൈൻ 2 pi എഫ് ടി ബി മൾട്ടിപ്ലൈഡ് ബൈ എക്സ്പൊണൻഷ്യൽ മൈനസ് ജെ 2 pi എഫ് ടി ബി. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എപ്പോഴാണ് എച്ച് നൈക്വസ്റ്റ് ഓഫ് എഫ് 1 ആകുന്നത്, ഓക്കെ, ഫ്രീക്വൻസി ബാൻഡ് ലൈങ് ബിറ്റ്വീൻ RB/2 ആൻഡ് മൈനസ് RB/2. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് 0 അതർവൈസ്. സോ നമുക്കിങ്ങനെ എച്ച് നൈക്വസ്റ്റ് ഓഫ് എഫ് ഈസ് 0 അതർവൈസ്. അപ്പോൾ എച്ച് നൈക്വസ്റ്റ് ഓഫ് എഫിന് 0 ഇടുമ്പം ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0 അതർവൈസ്. ഓക്കെ, നൗ
ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ്. പക്ഷേ ഇതിൻ്റെ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് പ്ലോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രീവിയസ് കോഴ്സസിലൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് പ്ലോട്ട് ചെയ്യേണ്ടതെന്ന്. സോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ജസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. ബട്ട് സിൻസ് സം സ്റ്റുഡൻസ് had doubt in that section, I will just show you how to plot the magnitude response. അപ്പം ഈ ഒരു ഓവറോൾ, ഇപ്പോൾ ഇതാണ് നമ്മുടെ മോഡിഫൈഡ് ഡുവോ ബൈനറി എൻകോഡറിൻ്റെ ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി അല്ലേ, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ജെയും പോകും, എക്സ്പൊണൻഷ്യൽ e⁻⁻ മോഡ് വാല്യൂ എടുക്കുമ്പോൾ എന്താണ് 1 ആണ് കിട്ടുന്നത്. സോ ഫൈനലി എൻ്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2 ഇൻറ്റു, ബിക്കോസ് j and this term will disappear when you take the magnitude. So what is left? Only sine term is left, 2 pi ftb. അപ്പോൾ ഇതാണ് ആ ഒരു മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ. ഓക്കെ, 2 ഇൻറ്റു മോഡ് സൈൻ 2 pi ftb. ഞാൻ ഈ ഇൻ്റർവെൽ വീണ്ടും എഴുതുന്നില്ല, ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ഓർ 0 എഴുതുന്നില്ല, ഓവർ ദിസ് ഇൻ്റർവെൽ ആണ് ഇറ്റ് ഈസ് ഡിഫൈൻഡ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദിസ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഈസ് ഡിഫൈൻഡ് ഓവർ ദിസ് ഇൻ്റർവെൽ ബിറ്റ്വീൻ RB/2 ആൻഡ് RB/2. അങ്ങനെ ഇനി പ്ലോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്ലോട്ട് ചെയ്യുമ്പം ആദ്യം ഫ്രീക്വൻസിക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ഇട്ട് കൊടുത്താണല്ലോ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. സോ അറ്റ് f is equal to 0. ലെറ്റ്സ് see what is the magnitude frequency response when f is equal to 0. f 0 ആകുമ്പോൾ എന്താണ്? sin 0 അല്ലേ, sin 0 0 ആണ്. f 0 ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് sin 0 0 ആണ്. മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്ത് കിട്ടും? 0 തന്നെ കിട്ടും. ഇനി നമുക്ക് എഫിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഇട്ട് കൊടുക്കാം. ബിറ്റ്വീൻ RB/2 ആൻഡ് -RB/2 ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് അല്ലേ. സോ ഇനി അടുത്തത് എഫിന് റാൻഡമായിട്ട് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കണം. റാൻഡം അല്ല, ആ ഒരു ബാൻഡ് വിഡ്ത്തിൽ വരുന്ന വാല്യൂസ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് എഫിന് RB/2 ഇട്ട് നോക്കാം. അപ്പോൾ എന്താണ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് വരുന്നത്? അന്നേരം എന്താണ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് വരുന്നത്? മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു വാട്ട്, മോഡ് വാല്യൂ ഓഫ് സൈൻ ഓഫ് 2 pi ഇൻറ്റു എഫിന് വരം RB/2 ആണ്. RB ഈസ് നത്തിങ് ബട്ട് 1/TB ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം അല്ലേ, ഇൻറ്റു TB ആണ്. ദിസ് TB വിൽ ഗെറ്റ് ക്യാൻസൽ, ഇത് ക്യാൻസൽ ഡൗൺ, ദാറ്റ് ഈസ് സൈൻ പൈ ആണ്. ആൻഡ് വാട്ട് ഇസ് ദ വാല്യൂ ദാറ്റ് യു ഗെറ്റ്? സൈൻ പൈ 0 ആണ്. അപ്പോൾ ഇത് 0 കിട്ടും അല്ലേ, സൈൻ പൈ എന്ന് കിട്ടും. മോഡ് വാല്യൂ സൈൻ പൈ ആണ്. സൈൻ പൈ ഈസ് ഈക്വൽ ടു 0 ആണ്. സോ ദിസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0. നൗ അറ്റ് f is equal to RB/2 ആണ് നമ്മളിത് ഡിറൈവ് ചെയ്തത് അല്ലേ. ഇനി അറ്റ് f is equal to -RB/2 ഡിറൈവ് ചെയ്ത് നോക്കിക്കുക. എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് പ്ലോട്ട് ചെയ്യുന്നത്? യു നീഡ് നോട്ട് റൈറ്റ് ദിസ് പാർട്ട് ഡ്യൂറിങ് ദ എക്സാമിനേഷൻ, ബട്ട് സിൻസ് സം സ്റ്റുഡൻസിന് ഡൗട്ട് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഒന്ന് പ്രൂവ് ചെയ്ത് ഇവിടെ കാണിക്കുവാണ്. ഇനി -RB/2 പ്ലോട്ട് ചെയ്ത് നോക്കിയേ, അപ്പോഴും എന്താ കിട്ടുന്നത്? -RB/2 സൈൻ ഓഫ് -π കിട്ടും. ഓക്കെ, അഗെയിൻ യു ആർ ഗെറ്റിംഗ് വാട്ട് ദ വാല്യൂ ആസ് 0 തന്നെ കിട്ടും. അപ്പം നമുക്ക് ആ f is equal to 0ലും f is equal to RB/2ലും f is equal to -RB/2 ഞാനിവിടെ എടുത്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ f is equal to RB/4ൽ വാല്യൂ ഇട്ട് നോക്കൂ. f is equal to RB/4ലും നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. f is equal to -RB/4ഉം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഈ ഒരു 3 പോയിൻറ്റ്സ് വെച്ചിട്ട് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ലൈക്ക് ദിസ്. സി സീറോയിൽ നമുക്ക് കിട്ടിയത് 0 തന്നെയാണ്. പിന്നെ നമുക്ക് കിട്ടിയത് എന്താണ്? RB/2ൽ നമുക്ക് കിട്ടിയത് 0 ആണ്. -RB/2ൽ നമുക്ക് കിട്ടിയത് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസിൻ്റെ വാല്യൂ 0 ആണ്. RB/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2TBയിൽ 0 ആണ്. -1/2TBയിലും 0 ആണ്. സോ ദീസ് ആർ ദ പോയിൻറ്റ്സ് അല്ലേ, 1/2TBയിലും -1/2TBയിലും, അല്ലെങ്കിൽ RB/2ലും -RB/2ലും 0 ആണെന്ന് കിട്ടി. നൗ ഈ ഒരു പോയിന്റ് കിട്ടാനായിട്ട് നിങ്ങൾ RB/4 മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസിൽ ഇട്ട് കൊടുത്താൽ മതി. അതാണ് ഞാനിവിടെ പറഞ്ഞത്. RB/4ഉം -RB/4ഉം ഇട്ട് കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 2. ജസ്റ്റ് ട്രൈ. ഓക്കെ, അപ്പോൾ എന്തായാലും പ്ലോട്ട് ചെയ്ത് കഴിയുമ്പം യു വിൽ ബി ഗെറ്റിംഗ് എ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇതാണ് അപ്പോൾ മോഡിഫൈഡ് ഡുവോ ബൈനറി ഫിൽറ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ്. ഈ റെസ്പോൺസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ എന്ത് എലിമിനേറ്റഡ് ആയിട്ടുണ്ട്? DC കമ്പോണൻറ്റ്
ഹാസ് ബീൻ എലിമിനേറ്റഡ് ഹിയർ അല്ലേ. ഡുവോ ബൈനറി എൻകോഡർ സ്കീമിനകത്ത് നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഇതായിരുന്നു, അതിവിടെ ഡി സി റെസ്പോൺസ് ഉണ്ടായിരുന്നു. പക്ഷേ പല ആപ്ലിക്കേഷനിലും ആ ഡി സി കമ്പോണൻറ്റ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മോഡിഫൈഡ് ഡുവോ ബൈനറിയുടെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് നോക്കിയപ്പോൾ ആ ഡി സി കമ്പോണൻറ്റ് ഇവിടെ ഇല്ല. കണ്ടോ, 0 ഫ്രീക്വൻസിയിൽ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടോ? ഇല്ല. DC component illa, there is no DC component. Okay, that is the importance over here. Now ഇതിപ്പം frequency response ആണ്. ഇനി അതിൻ്റെ ആ ഒരു ഇമ്പൾസ് റെസ്പോൺസ്, ഓക്കെ, എച്ച് ഓഫ് ടി, ആ ഇമ്പൾസ് റെസ്പോൺസ് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഇമ്പൾസ് റെസ്പോൺസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഒരു ഇമ്പൾസ് റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമ്പൾസ് റെസ്പോൺസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു ISI വന്നിട്ടുണ്ടല്ലേ, ഒരു കൺട്രോൾഡ് മാനറിൽ. ദാറ്റ് മീൻസ് നോർമലി ISI ഇല്ലെങ്കിൽ ഈ ഒരു 0-ൽ മാത്രമേ ആംപ്ലിറ്റ്യൂഡ് ഹൈ കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടെ 0-ൽ മാത്രമാണോ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് 1 കിട്ടിയിരിക്കുന്നതല്ല, 2 TBയിലും നമുക്ക് ആംപ്ലിറ്റ്യൂഡ് 1 കിട്ടി. ഇവിടെ എന്തുകൊണ്ടാണ് 2 TB വന്നത്? ബിക്കോസ് നമ്മൾ TBയും 2 TB ഡിലേയിലുള്ള ബിറ്റുകൾ തമ്മിലാണ് സബ്ട്രാക്ട് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ടാണ് TBയിലും 2 TBയിലും നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഹൈ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ മൈനസ് വരാൻ കാരണം നമ്മളിവിടെ സബ്ട്രാക്ടറിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത് അല്ലേ. സബ്ട്രാക്ടറിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ടാണ്, പ്ലസും മൈനസും ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ നെഗറ്റീവ് +1ഉം -1ഉം കിട്ടുന്നത്. ഇവിടെ 2 TB ഡിലേ ഉള്ളത് കൊണ്ടാണ് അറ്റ് TBയും അറ്റ് 2 TBയിലുമാണ് നമുക്ക്, അല്ലെങ്കിൽ അറ്റ് 0 ആൻഡ് 2 TBയിലാണ് നമുക്ക് ആ ഒരു ഇമ്പൾസ് റെസ്പോൺസിൻ്റെ വാല്യൂ കിട്ടിയത്. സോ ദിസ് ഷോ ദ കൺസെപ്റ്റ് ഓഫ് ISI, കൺട്രോൾഡ് ഇൻ്റർ സിമ്പൽ ഇൻ്റർഫിറൻസിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ കാണുന്നത്. ഓക്കെ, സോ നൗ ഇഫ് യു ജസ്റ്റ് കമ്പയർ, ഓക്കെ, നമ്മളിന്ന് കമ്പയർ ചെയ്യുവാണ്, നമ്മൾ പഠിച്ച മോഡിഫൈഡ് ഡുവോ ബൈനറി സ്കീമും കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്. നേരത്തെ നമുക്ക് ഡുവോ ബൈനറിൽ കിട്ടിയ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഇങ്ങനെയായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഈ രണ്ടിടത്തും നോക്കുവാണെങ്കിൽ മാക്സിമം ആ ഒരു ഇതെന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു RB/2 ആൻഡ് -RB/2 അല്ലേ. 1/2 TB എന്ന് പറഞ്ഞാൽ എന്താണ്? RB/2 ആണ് അല്ലേ. ബിക്കോസ് TB ആൻഡ് RB ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇത് രണ്ടിടത്തും ഇതിനുള്ളിൽ തന്നെ ബാൻഡ് വിഡ്ത്ത് ലിമിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടി. അറ്റ് ദ സെയിം ടൈം നമുക്ക് നോക്കിക്കുക, ഒരു ഗ്രാജുവലായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. അബ്രപ്റ്റായിട്ട് ഒരു റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ അല്ല കിട്ടിയിരിക്കുന്നത്. ഇതായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഐഡിയൽ നൈക്വിസ്റ്റ് ചാനലിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം യൂസ് ചെയ്തു. പക്ഷേ അവിടെ ബാൻഡ് വിഡ്ത്ത് എക്സസ് ആയിട്ട് യൂസ് ചെയ്തു. RB/2-നെക്കാട്ടിയും ഗ്രേറ്റർ ആയിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്തു. ഇവിടെ അങ്ങനെ പ്രശ്നമേ വരുന്നില്ല. കണ്ടോ, കണ്ടിന്യൂസ് ട്രാൻസിഷനാണ് വന്നിരിക്കുന്നത്. ഒരു അബ്രപ്റ്റായിട്ട് പെട്ടെന്ന് ഹൈയിൽ ലോയിലേക്ക് പോകുമല്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് ബാൻഡ് വിഡ്ത്ത് ലിമിറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ബാൻഡ് വിഡ്ത്ത് എക്സസ് യൂസും അവോയ്ഡഡ് ആയിട്ടുണ്ട്. നൗ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് മോഡിഫൈഡ് ഡുവോ ബൈനറിയുടെയാണ് ഈ കാണുന്നത്. കണ്ടോ, ഇവിടെ നമ്മൾ 0-ലും TBയിലുമായിരുന്നു ഡിലേ വാസ് TB ഡിലേ. ദാറ്റ് ഈസ് വൈ അറ്റ് 0 ആൻഡ് അറ്റ് TB വി ഗോട്ട് ആംപ്ലിറ്റ്യൂഡ് 1. പക്ഷേ ഇവിടെ നമ്മൾ 0-ലും പിന്നെ 2 TB ഡിലേ അല്ല യൂസ് ചെയ്തത് മോഡിഫൈഡിൽ. അതുകൊണ്ടാണ് 2 TBയിൽ നമുക്കൊരു പൾസ് കിട്ടുന്നത്. -1 കിട്ടിയതിൻ്റെ കാര്യം ഇതൊരു സബ്ട്രാക്ടറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്തതോ ആഡർ ആയിരുന്നു. Okay, so just compare and learn. So this is all about the duo binary and modified duo binary scheme. Thank you.